നമസ്തേ ബച്ചോ, സഭി കാ സ്വാഗത് ഹൈ ഹിന്ദി ഈ ഗുരു में. അങ്ങനെ നമ്മൾ നമ്മുടെ ഉല്ലാസ് രാജ് സാറുടെ PDF ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ സുറിനാമെ പെഹ്ലാദിൻ എന്ന് പറഞ്ഞിട്ട് ഹിമാൻഷു ജോഷിയുടെ എന്താണ് സഫർനാമയാണ്, യാത്രാ വിവരണമാണ്. എങ്ങോട്ടൊക്കെയാണ് യാത്ര നടത്തിയത് പറയുന്നുണ്ട്. നമുക്കറിയാം സുറിനാമിലോട്ട് അല്ലെ. സത്വാം വിശ്വ ഹിന്ദി സമ്മേളനം के लिए ഏഴാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നോക്കിയേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഈ കിസ് വിധ की रचना है, ഇത് ഏത് വിധയാണെടാ? നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞു ഏക് സഫർനാമ है, ഇതൊരു യാത്രാ വിവരണമാണ്. യാത്രാ വിവരണം എന്ന് പറയാം, യാത്രാ വൃത്താന്തം എന്ന് പറയാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ, ഇസ് പാഠ്യ രചയിത കോൺ ഹെ, ഇതിന്റെ രചയിതാവ് ആരാണ്? അത് ഹിമാൻഷു ജോഷിജിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനോ, ഭൂഗോൾ की पुस्तकों में क्या पढ़ा था, എന്താണ് നമ്മൾ ഭൂഗോളിന് അല്ലെ ഹിസ്റ്ററിന്റെ ആ ഒരു ബുക്കിൽ പഠിച്ചത്? ആര്? ഹിമാൻഷു ജോഷി. അതെ, പഠിച്ചു. ഭൂമധ്യരേഖീയ പ്രദേശവുമേ ഭീഷൺ ഗർമി പड़ती है, മധ്യരേഖ്യ പ്രദേശങ്ങളില് കൊടും ചൂടാണ്. പ്രായഃ പ്രതിദിൻ ബാരിഷ് ഭി ഹോത്തി ഹെ, മാത്രമല്ല എന്നും മഴയും. इसलिए संसार में सबसे अधिक वन क्षेत्र में पाए जाते, അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം കൊടും വനങ്ങളൊക്കെ ഈ മേഖലയിലാണ് കാണപ്പെടുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനോ, संसार में सबसे अधिक घने वन कहाँ पाए जाते हैं, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഭൂമധ്യരേഖ്യ പ്രദേശങ്ങളിലാണ് കൊടും വനങ്ങളൊക്കെ കാണപ്പെടുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനോ, ബ്രാസിൽ ബ്രസീലിലെ കിത്തനെ പ്രതിശത ഭൂമി ഹരിയാലി സി ആച്ഛാദിത ഹെ, എത്ര ശതമാനം ഭൂമിയാണ് ഒരു കൊടും നമ്മളെ എന്താ പറയാ വനം ഹരിയാലി പച്ചപ്പ് കൊണ്ട് മൂടപ്പെട്ടത്? നമുക്കറിയാം 93% ഭൂമി പച്ചപ്പ് കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിമാൻ സെ ജാങ്ക്നെ പർ ക്യാ ക്യാ ദേഖ് രഹേ, വിമാനത്തിൽ എത്തി നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, വിമാനത്തിലൊക്കെ ആരൊക്കെ പോയിട്ടുണ്ടടാ? ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ. കാണുന്നു നീലാജലം, നമ്മുടെ കടൽ കാണുന്നില്ലേ? അതേപോലെ കാലേ ഗനേ ബാദൽ, കറുത്തിരുണ്ട മേഘങ്ങൾ. ഹരിയാലിയുടെ പച്ചപ്പിന്റെ കണങ്ങൾ കാണപ്പെടുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യനോ, തൂഫാൻ കെ ബീച്ച് ദിയേ കി തറഹ ജലായി രഹാ കിസ്കോ, ഇടക്ക് പോലെ അവര് കത്തിച്ചു വെച്ചു അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചു. എന്തിനെ? അതെ, അവര് കൊണ്ടുപോയി ഇവിടുന്ന് അല്ലെ. ഹനുമാൻ ചാലിസ, രാമചരിതമാനസ് എന്ന് പറഞ്ഞ ധർമ്മഗ്രന്ഥങ്ങൾ അവര് കൊണ്ടുപോയി. അത് അല്ലെ, ആ ധർമ്മഗ്രന്ഥവും के माध्यम से ഹിന്ദി ഭാഷ ഒരു സംസ്കൃതിക്കോ, ഹിന്ദി ഭാഷയെ അല്ലെങ്കിൽ സംസ്കാരത്തെ. എട്ടാമത്തെ ക്വസ്റ്റ്യനോ, संसार के कितने देशों में आज हिंदी की उपस्थिति है, ഇന്ന് എത്ര ദേശങ്ങളിലാണ് ഹിന്ദി പ്രസന്റ് ആയിട്ടുള്ളത്? അല്ലെ 120 ദേശോं में, 120 ദേശങ്ങളിൽ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പഠിക്കുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കുക. 120 ദേശങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദി ഭാഷ. അഭിമാനിക്കൂ മക്കളെ, അഭിമാനിക്കൂ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനോ, സുറിനാമെ കിസ്കി സ്മൃതി में വിശ്വ ഹിന്ദി സമ്മേളനം का आयोजन किया गया है, സുറിനാമിൽ ആരുടെ ഓർമ്മയ്ക്കാണ് വിശ്വ ഹിന്ദി സമ്മേളനം പ്ലാൻ ചെയ്തത്? അതെ, 130 साल पहले आए प्रथम भारतीय श्रमिक की स्मृति में, 120-130 വർഷം മുന്നേ വന്ന ആദ്യത്തെ ഒരു ഭാരത് ശ്രമിക്കില്ലേ, ഒരു തൊഴിലിന് വേണ്ടി വന്ന ആൾക്കാരല്ലേ, കോൺട്രാക്ട് ല്ലേ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പത്താമത്തെ ക്വസ്റ്റ്യനോ, വിശ്വ ഹിന്ദി സമ്മേളനം കോൻ കോൻ ഭാഗ് ലേ രഹേ ഹേ, ഈ വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? നമുക്കറിയാടാ, അനേക ദേശവും ഒരുപാട് ദേശങ്ങളിൽ ഹിന്ദി ലേഖകന്മാരില്ലേ, ഹിന്ദി പ്രചാരകരില്ലേ, ഹിന്ദി പ്രാധ്യാപക ലെക്ചേഴ്സ് ഇല്ലേ, ഹിന്ദി സേവയുണ്ട്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വിശ്വ ഹിന്ദി സമ്മേളനം എവിടെ വെച്ചിട്ടാണ് വിശ്വ ഹിന്ദി സമ്മേളനം? സുനാമിൽ എവിടെ വെച്ചിട്ട്? അതെ, പാരാമാരുവോ ഷഹർമേ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിശ്വ ഹിന്ദി സമ്മേളനം का उद्घाटन किसने किया, किस दिन उद्घाटन हुआ? വിശ്വ ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ആരാണ് ചെയ്തടാ? ഏത് ദിവസമായിരുന്നു ഉദ്ഘാടനം? അതെ, നമുക്കറിയാം, ആഫ്രിക്കന്റെ അവിടെ രാഷ്ട്രപതി ആയിട്ടുള്ള റൊണാൾഡോ വെനീഷ്യനാണ് ചെയ്തത്. എപ്പോഴായിരുന്നു? ജൂൺ 6-ാം തീയതി, ദിനാങ്ക് 6 ജൂൺ को. 11ാമത്തെ ക്വസ്റ്റ്യനോ, പാരാമാരിവോ ഷഹർ ലേഖകോ ഭാരതീയ ഷഹർ ജൈസാ ലഗാ ക്യൂം, എന്തുകൊണ്ടാണ് പാരാമാരിവോ പട്ടണം ലേഖകന് തന്റെ ഭാരതത്തിൽ ഒരു പട്ടണം പോലെ തോന്നിയത്? അതെ, സബ് കഹീ ഭാരതീയോ കോ ഹീ ദേഖ്നേ കോ മിൽ രഹാ താ, എവിടെ നോക്കിയാലും നമ്മുടെ ഭാരതീയയാണ് കാണപ്പെടുന്നത്. ഇസ്ലിയേ ലേഖകോ ലൈസാ ലഗാ, അതുകൊണ്ടാണ് ലേഖകൻ അങ്ങനെ തോന്നിയത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത സാരാംശം കൂടി നമുക്ക് നോക്കാം, അതോടെ ഇത് കംപ്ലീറ്റ് ആയി. हिमांशु जोशी 7वीं विश्व हिंदी सम्मेलन में भाग लेने के लिए सूरीनाम गया. ഹിമാൻഷു ജോഷി 7ാമത്തെ വിശ്വ സമ്മേളനത്തിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുറിനാമിലോട്ട് പോയത്. സുറിനാമിലെ പാരാമാരിബോ ഷഹറിൽ വെച്ചിട്ടല്ലേ? അതെ, സുറിനാം കെ പാരാമാരിബോ ഷഹർ में विश्व हिंदी सम्मेलन हुआ, അവിടെ വെച്ചിട്ടാണ് വിശ്വ ഹിന്ദി സമ്മേളനം. इसका उद्घाटन वहां के राष्ट्रपति ने किया, അതിന്റെ ഉദ്ഘാടനം അവിടെയുള്ള രാഷ്ട്രപതിയാണോ നിർവഹിച്ചത്? എപ്പോ? 130 അല്ലെ
130 साल पहले भारत से सूरीनाम गए श्रमिकों की याद में वहां വിശ്വ ഹിന്ദി സമ്മേളനം का आयोजन किया गया है. അതായത് 150 വർഷം മുന്നേ ഇവിടെ നിന്ന് ജോലിക്കൊക്കെ വേണ്ടി ശ്രമികരുണ്ടാവില്ല, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് പ്ലാൻ ചെയ്തത്. അവിടെ വെച്ചിട്ട് വിശ്വ ഹിന്ദി സമ്മേളനം. ഇന്നാണെങ്കിലോ 120 അല്ലെ, 120 ദേശവും ഹിന്ദി ക പ്രചാർ എന്ന 120 ദേശങ്ങളിൽ ഹിന്ദി ഞാൻ പറഞ്ഞ പോലെ പഠിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. സമ്മേളനം പ്യാർ കെ പുനർമിലൻ കാ അനുഭവം ഹെ. സമ്മേളനത്തിൽ സ്നേഹത്തിന്റെ ഒരു വീണ്ടുമുള്ള ഒരു കണ്ടുമുട്ടലില്ലേ, അതിന്റെ ഒരു അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ് നമ്മളെ ഈ മാറ്റി ജോഷിച്ച് നമ്മളോട് ഈ സഫർനാമയിലൂടെ, യാത്രാ വിവരണത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഇതിൽ നിന്ന് ഡയറിയും അതേപോലെ പത്രം ഒക്കെ പ്രതീക്ഷിക്കാട്ടോ. അപ്പൊ ഇതൊക്കെ എന്റെ മക്കൾ പഠിച്ചു വെച്ച് പോവാം. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായി വരുന്നത് വരെ ധന്യവാദം.